നമസ്തേ. ഞാനൊരു കണക്ക് പറയാം. ഗുഡ് ബോഡി അമേരിക്കയിൽ ചെയ്ത ഒരു കണക്കാണേ. അത് ആഗോളതലത്തിലുള്ള കണക്ക് കൂടിയാണ്. ആ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ 200 മുതൽ 500 മില്യൺ ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എത്ര? 200 മുതൽ 500 മില്യൺ ആളുകൾ മെഡിറ്റേഷൻ നടത്തുന്നുണ്ട് ലോകത്ത്. 2, അമേരിക്കയിൽ 14% ആളുകളും ഒരിക്കലെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 7% കുട്ടികൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ 7% കുട്ടികൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരുമായി തട്ടിച്ചു നോക്കിയാൽ സ്ത്രീകൾ 2 നേരം മെഡിറ്റേഷൻ പരിശീലിക്കുന്നു. 5-മത്തെ കാര്യം, 45-നും 64-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അമേരിക്കയിൽ ധ്യാനം പരിശീലിക്കുന്നവരുടെ എണ്ണം 3 ഇരട്ടിയായി. 7-മത്തെ കാര്യം, അമേരിക്കയിലെ മെഡിറ്റേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്ട് $1.2 മില്യൺ. ഈ കണക്കുകൾ വളരെ പ്രധാനമാണ്. കാരണം മെഡിറ്റേഷന് അതുണ്ടായ ഭാരതത്തിൽ, അതുണ്ടായ വൈദിക ധർമ്മത്തിൽ എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമോ? നമ്മളതിനെ പുച്ഛിച്ച് തള്ളുന്നു. എന്നാൽ സ്റ്റഡീസ് പറയുന്നത് എന്താണ്? പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സയൻറ്റിഫിക് അപ്രോച്ചായിട്ട് എന്താണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനം? ഇസ് ദർ എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ലോകത്ത് ഇന്ന് ഒരുപാട് അനവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ 11 ഗുണങ്ങൾ മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സൈക്കോളജിസ്റ്റ് ആയ മാത്യു തോർപ്പെ ഇക്കാര്യത്തിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം തന്നെ, ഒന്നാമത്തത്, സമ്മർദ്ദം അഥവാ സ്ട്രെസ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ആളുകൾ വലിയ സ്ട്രെസ്സിലാണ്. കൊറോണയ്ക്ക് ശേഷം പോസ്റ്റ് കൊറോണ സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ്. പലരും ഫിനാൻഷ്യലി സ്ട്രെസ്ഡ് ആണ്, ഹെൽത്ത് വൈസ് സ്ട്രെസ്സിലാണ്. അങ്ങനെ കുടുംബാന്തരീക്ഷത്തിൽ ഫാമിലി ഇഷ്യൂസ് ആർ ദെയർ, ദേ ആർ ഇൻ സ്ട്രെസ് ഇൻ ദെയർ ഏരിയ. അതേപോലെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. സോ സ്ട്രെസ് ഈസ് എവരിവർ. ഈ സ്ട്രെസ് കുറയ്ക്കാൻ എന്താണ് വേദിക് ധർമ്മത്തിൽ പറയുന്ന പ്രധാന കാര്യം? ധ്യാനം ചെയ്യാനാണ്. മെഡിറ്റേറ്റ് ചെയ്യൂ. യു ഷുഡ് മെഡിറ്റേറ്റ്. മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് യു. എന്തിന്? നിങ്ങളെ സ്ട്രെസ് കുറയ്ക്കാൻ. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഒന്ന് മെഡിറ്റേഷനാണ്. അത് പഠനങ്ങളിൽ, ആധുനിക കാല പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.